ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ശംഖുമുഖം കാലം വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ച് സോറി എന്റെ ടങ്ക് മിസ്റ്റേക്ക് പറ്റിയാണ്. ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. നോക്കൂ, നവീകരിച്ച ശംഖുമുഖ കൊട്ടാരത്തിന് ഉദ്ഘാടനം 2010 സെപ്റ്റംബർ 9 ആര്? നമ്മുടെ സജി ജയൻ ബാബു, നമ്മുടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് ഈ മ്യൂസിയം ഒന്ന് വ്യക്തമായിട്ടൊന്ന് ക്യാമറമാൻ ബാക്കോട്ട് പോയി വ്യക്തിയോട് കാണിച്ചു കൊടുക്കൂ. കണ്ടാസ്വദിക്കൂ ക്യാമറമാൻ, ക്യാമറ എല്ലാം കാണിച്ചു കൊടുക്കൂ. എന്ത് മനോഹരം നോക്കൂ. ഒരു പട്ടി പോയാൽ പോലും ഇതിനകത്ത് ഒരാൾക്ക് പോലും താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ കൊട്ടാരമാണ് 2010 സെപ്റ്റംബർ നോക്കട്ടെ സെപ്റ്റംബർ 9 ഉദ്ഘാടനം ചെയ്തത്. എന്തിനാണെന്ന് ആക്കൊരു പിടിയില്ല. ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. 2 കൊട്ടാരവും ഗേറ്റ് പൂട്ടിയിട്ടാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നണേ. അത് കഴിഞ്ഞ് ഈ കൊട്ടാരം നവീകരിച്ചു എന്ന് പറഞ്ഞ് തൊട്ടടുത്തൊരു മതിൽ ഇതാണ്ടാ 2015 സെപ്റ്റംബർ 29 ചരിത്ര മ്യൂസിയം. ചരിത്രം വന്നില്ലെങ്കിൽ അത്ഭുതമുള്ള, കാരണം അത്രയ്ക്ക് ചരിത്രമായാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നോക്കൂ, അത്ര കോടി മുടക്കി ചെയ്തിട്ട് പുതിയ ഡിസൈനായിട്ട് ഒരു ജെന്നിന്റെ ഒരു പാളിയില്ല. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കൂ. ഇവിടെ കാക്കകളും വവ്വാലുകളും മാത്രം താമസിക്കുന്ന ഒരു കൊട്ടാരമാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും ഒരു വെറൈറ്റി എനിക്ക് തോന്നിയത് ഗേറ്റാണ്. ഒരു ലോക്കും ഇല്ല, വെറും ഒരു ഇരുമ്പ് കമ്പിയിലാണ് ഗേറ്റ് ചാരി വെച്ചിരിക്കുന്നത്. ഇതാണ് ചരിത്ര മ്യൂസിയം. നമ്മളെ കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ആ ചരിത്ര മ്യൂസിയം. ഒരു 2010 സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്ത ഈ മ്യൂസിയം 2015 ഇതിനെ ഒരു ചരിത്ര മ്യൂസിയം ആക്കിയതിന്റെ ഫുൾ എപ്പിസോഡ് ഒന്ന് കാണാം. ഒന്ന് കണ്ടു നോക്ക്. ചരിത്ര മ്യൂസിയത്തിന്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗം കിടക്കുന്ന ചവറുകൾ, ഇത്രയും ചവറ് കാണുന്നതാണ് നമുക്ക് മ്യൂസിയത്തിനകത്ത് കയറാം. ഇത് എന്തൊരു ലോകം. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി എവിടെ, ഇവിടുത്തെ മന്ത്രി എവിടെ, ഇവിടുത്തെ MLA എവിടെ, എവിടെ വേറെ അറിയൂ.